പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയ ലൗദി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മുഅ്മിനായ അടിമകളുടെ അടയാളങ്ങളിൽ എങ്ങനെയാണ് അല്ലാഹു റഹ്മാൻ്റെ അടിമകൾ എന്ന് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ എന്ന്. ഒരു സത്യവിശ്വാസി അവൻ ചെലവഴിക്കുമ്പോൾ അവൻ ലുബ്ധ കാണിക്കുകയോ അതുപോലെ തന്നെ അതിര് കവിയുകയോ ചെയ്യുകയില്ല എന്ന്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എല്ലാ രംഗത്തും മിതത്വം പാലിക്കുന്നതായി കാണാം. ആ ഇസ്റാഫ് ഇസ്ലാമിൽ ഒരിക്കലും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന്. നിങ്ങളുടെ പള്ളികളിൽ അവരുടെ സീനത്ത് സ്വീകരിക്കുക, അതായത് നല്ല വസ്ത്രം ധരിക്കുക, തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, നിങ്ങൾ അതിര് കവിയരുത്. ഒരു സത്യവിശ്വാസി എല്ലാ സ്ഥലത്തും, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, തിന്നുന്നിടത്ത്, കുടിക്കുന്നിടത്ത്, ഇബാദത്തിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നിടത്ത്, ഇതെല്ലാം അവൻ മിതത്വം പാലിച്ചുകൊണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഅദ് ഇബ്നു അബി വഖാസ് ഉളു എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കാണുകയും യാ സഅദ് ലാ തുസ്രിഫ്. അപ്പോൾ സഅദ് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഫിൽ വുളൂഇ സറഫ്, വുളൂയിൽ ഇസ്റാഫോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അതിലും ഇസ്റാഫുണ്ട്, വെള്ളം ഉപയോഗിക്കുന്നത്. വലകുൻത അലാ നഹരി ജാരി, നീ ഒരു ഒഴുകുന്ന പുഴയുടെ അടുത്താണെങ്കിലും നീ ഇസ്റാഫ് ചെയ്യരുത്. ഇന്ന് കല്യാണത്തിൻ്റെ പേരിലും ആർഭാടം തൂർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ മുബദ്ദിരീന ഇഖ്വാനു ശയാത്തീൻ, ശൈത്താൻ്റെ സഹോദരന്മാരാണ് ദുർവ്യയം ചെയ്യുന്നവർ. തൂർത്ത്, അത് വേണ്ടതിനും വേണ്ടാത്തതിനും അമിതവ്യയം കാണിച്ച്, ഡ്രസ്സിലാണെങ്കിൽ, അതുപോലെ തന്നെ ഭക്ഷണത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ എല്ലാ രംഗത്തും ധൂർത്താണ്, ഇസ്റാഫാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മുഅ്മിനിൻ്റെ അടയാളം അതല്ല. അവൻ എല്ലാ രംഗത്തും മിതത്വം പാലിക്കണം. അവൻ ഭക്ഷണം കഴിക്കുന്നിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അവൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവന് കൂടാതെ ഒരു പിടി ചോറ് മതി, ഒരു പിടി അന്നം മതി. നീ കൂടാതെ കഴിയുകയില്ലെങ്കിൽ 3 ഭാഗം ഭക്ഷണത്തിനും 3 ഭാഗം വെള്ളത്തിനും 3 ഭാഗം ശ്വസിക്കാനും. അപ്പോൾ അങ്ങേയറ്റം തിന്നുകൊണ്ടും കുടിച്ചുകൊണ്ടും അതുപോലെ തന്നെ തൂർത്തടിച്ചുകൊണ്ടും ഒരു മുഅ്മിൻ ആയിരിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ ഈ ധൂർത്തും ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.